ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കാർത്തിക പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിലാക്കിയത് വിക്രമാണെന്ന് പറയുമ്പോ തന്നെ കല്യാണി പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവനായിരിക്കുമെന്ന്. അല്ലെങ്കിലും പട്ടാപ്പകൽ സമയത്ത് നേർക്ക് നേരെ മുട്ടാൻ അവന് കഴിവില്ല. അതുകൊണ്ട് ഇരുട്ടിന്റെ മറവില അവന്റെയും അവന്റെ കൂട്ടുകാരുടെയും പണിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും കിരണേട്ട ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട, അതേ കാർത്തികെ, നിന്നെ ഈ അവസ്ഥയിലാക്കി അവനെ എന്തായാലും വെറുതെ വിടില്ല, അവന് ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറയാണ്. ശേഷം കല്യാണിയും അതുപോലെ കിരണും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. കാർത്തികക്ക് നല്ല വേദനയുണ്ട്. കാർത്തിക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടന്ന കിടപ്പ് കിടക്കുവാണ്. അങ്ങനെ കിരൺ നേരെ പോണത് രൂപയുടെ ചന്ദ്രസേന്റെ വീട്ടിലേക്കാണ്. അവിടെ ആൽബിയും സോണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ രൂപയുടെ ചന്ദ്രസേന നടന്ന കാര്യങ്ങളൊക്കെ പറയണ്ട. അപ്പൊ ചന്ദ്രസേനൻ പറഞ്ഞിട്ട്, ഷോ ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ സാധനം ജയിലിലേക്ക് പോയപ്പോൾ നമ്മൾ സൂക്ഷിക്കണമായിരുന്നു, വിക്രവും പ്രകാശനും പുറത്തുണ്ടെന്ന് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. എങ്ങനെ ശ്രദ്ധിക്കാനടച്ചാ, ഗംഗപ്രസാദിൽ ഏറ്റവും വലിയ ശത്രു അവൻ ജയിലിൽ പോയി. പിന്നെ ഉള്ളത് രാഹുല്, അവൻ കിടന്ന കിടപ്പുവാണല്ലോ. വിക്രം ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ. പ്രത്യേകിച്ച് അച്ഛനെ പേടിയുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഇങ്ങനത്തെ കാര്യത്തിന് മുതിരില്ലെന്നാ ഞാനും വിചാരിച്ചത്. അതേടാ, അവിടെ തന്നെയാ നമ്മൾ തെറ്റിയത്. നമ്മൾ അങ്ങനെ വിചാരിക്കുമെന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഇന്നലെ രാത്രി തന്നെ അവൻ ഇന്നലെ പോയിട്ട് അങ്ങനെ ചെയ്തത്. അല്ല, എന്നിട്ട് കാർത്തിക മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ എന്ന് രൂപ ചോദിക്കുമ്പോ, ചേച്ചിയുടെ കാര്യം വല്ലാത്ത അവസ്ഥ തന്നെയാണ് അമ്മേ. അമ്മക്കറിയാലോ ചേച്ചിക്ക് വലിയൊരു അസുഖം ഉണ്ടെന്ന തലക്ക്. 10-12 വയസ്സുള്ള സമയത്ത് ആ ഗംഗപ്രസാദ് വലിയൊരു കല്ല് കൊണ്ട് ഇടിച്ചിട്ടാ ചേച്ചിയുടെ തലക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റിയത്. ചേച്ചി എപ്പോഴും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ തന്നെ ചേച്ചിയെടുത്ത് ഒന്നും അറിയാത്ത പോലെ ഞങ്ങൾ നിൽക്കണുണ്ടായിരുന്നത്. ചേച്ചിനെ കാണുമ്പോൾ എപ്പോഴും മനസ്സിലൊരു വിങ്ങലായിരുന്നു. അതിനിടക്ക് വിക്രം എന്ന് പറഞ്ഞവൻ തലക്ക് തന്നെ അടി കൊടുത്തത്. അതുകൊണ്ട് ചേച്ചിയുടെ അവസ്ഥ കുറച്ച് സീരിയസ് ആണമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, കല്യാണി നീ വിഷമിക്കണ്ട, നിന്റെ ചേച്ചി എന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയും കൂടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ കാർത്തിക. അവക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടോ ആൽബിയുടെ തലക്ക് അവൻ ഇടിച്ചിട്ട് പോയ ദിവസം? അന്ന് ഞങ്ങൾ അവനെ ജയിലിൽ കിടത്തി. അന്ന് ശരിക്കും ജയിലിൽ കിടത്താൻ പാടില്ലെന്നു അവന്റെ തലമണ്ട അതുപോലെ അടിച്ചു പൊട്ടിച്ച് മൂലൊക്കെ കിടത്തണമായിരുന്നു. എന്തായാലും ഇത് 2ാമത്തെ പ്രാവശ്യമായി നമ്മുടെ കുടുംബത്ത് കയറി അവൻ ഇങ്ങനെ തല അടിച്ചു പൊട്ടിക്കണത്. എത്ര പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തകർത്തത്. മനോഹരൻ ഒരുപാട് പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിക്കോന്നുണ്ടെങ്കിലും ഉപദ്രവിക്കില്ലായിരുന്നു. പക്ഷെ ഇവൻ അങ്ങനെയല്ല, പറഞ്ഞു പറ്റിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ മനോഹരനെക്കാളും ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് വിക്രമിന് തന്നെയാ. ഇനി വിക്രമത്തിനുള്ള ശിക്ഷ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന് തന്നെ അവനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോ ആൽബി പറയണ്ട്, കിരണേ എങ്കിൽ ഞാനും വരുന്നുണ്ട്. എന്റെ സോണിനെ ഒരുപാട് അവൻ കരയിപ്പിച്ചതാണല്ലോ, അതിനുള്ള പകരം എനിക്ക് അവനെ വീട്ടണം. പിന്നെ എന്റെ തലതല്ലി പൊട്ടിച്ചതാണ് വീട്ടിൽ കയറി വന്നിട്ട്, അതിനുള്ള ശിക്ഷയും അവനെ കൊടുക്കണം. അതുകൊണ്ട് അവന് എന്തിനും ചെയ്യാൻ പോവാണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയാണ്. എങ്കിലേ നമുക്ക് അവൻ ഇപ്പൊ എവിടെ ഉള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. അച്ഛൻ ഇപ്പൊ തന്നെ ആ SI ഒന്ന് വിളിക്കണം, അദ്ദേഹത്തോട് ചോദിക്കണം അവന്റെ ഫോൺ നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്യാവോന്ന്. അവൻ ഇപ്പൊ ഉള്ള ലൊക്കേഷൻ അറിയാലോ. എന്തായാലും അവനിപ്പോ സ്ഥലം മാറ്റണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും. അതൊക്കെ ഞാൻ ചെയ്തോളാം മക്കളെ, പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അവൻ എന്തിനാ സൂക്ഷിക്കണത്? അവനാ ശരിക്കും പറഞ്ഞാല് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ള ആവത് പോലും ഇല്ല, അത്ര പേടിയാണ് അവന്. അതല്ലേ പെണ്ണുങ്ങളെ മാത്രം അവൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഏതെങ്കിലും ആണുങ്ങൾ ഉപദ്രവിക്കണത് അച്ഛൻ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉപദ്രവിക്കണമെങ്കിൽ തന്നെ ഇരുട്ടിന്റെ മറവിലല്ലേ അവൻ ഉപദ്രവിക്കാറുള്ളത്. അതുകൊണ്ട് അവനെ കുറിച്ചോർത്ത് അച്ഛൻ പേടിക്കേണ്ട. പിന്നെ എന്റെ സോണിയെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ അവൻ, എത്രമാത്രം അവളെ കണ്ണീര് കുടിപ്പിച്ചത്. പിന്നെ ഈ ആൽബിയുടെ തല പൊട്ടിച്ചു. ആ ശരണ്യയുടെ കാര്യം അച്ഛൻ അറിയാവുന്നല്ലേ, അവളുടെ ഭർത്താവ് ഇപ്പോഴും കിടന്ന കിടപ്പിലാണ്, അവളുടെ ജീവിതവും നശിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അറിയാത്തതിന് എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തീർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് അവനുള്ള ശിക്ഷ ഞാൻ ഇന്ന് തന്നെ വിധിക്കാൻ പോവാ. കിരണെ ഞാനും വരാം എന്ന് ആൽബി പറയണം. അങ്ങനെ കിരണും ആൽബിയും കൂടി ഇറങ്ങി പുറപ്പെടുമ്പോഴേക്കും SI ചന്ദ്രസേനെ വിളിക്കുന്നുണ്ട്. അയാളുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്കിലും സൈബർ സെല്ലിന്റെ ആ ഒരു സഹായത്തോടെ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. മോനെ ഇതാണ് ലൊക്കേഷൻ എന്ന് ചന്ദ്രസേനൻ പറയുമ്പോ, ഓഹോ ഇത് കുറെ ഉള്ളിലുള്ള ഏരിയ ആണല്ലോ, അത് അവൻ അങ്ങനത്തെ ഏരിയയിലേ കണ്ടുപിടിക്കുള്ളൂ. എന്തായാലും ഒരുപാട് സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് അവനിപ്പോ ലാഭിഷായിട്ട് ജീവിക്കാലോ. എന്തായാലും മക്കള് പോയിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്റെ ഗുണ്ടകൾ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആൽബിയും കിരണും കൂടി അവിടുന്ന് പുറപ്പെടുവാട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് അവർ അമ്മുമ്മേനെ കാണുന്നുണ്ട്. അമ്മുമ്മേനെ കാണുമ്പോൾ കിരൺ വണ്ടി നിർത്തുന്നുണ്ട്. അല്ല അമ്മുമ്മ എന്താ എങ്ങോട്ടേക്കാ പോകുന്നത്? അതെ, ഞാൻ കാർത്തികമോളെ കാണാൻ വേണ്ടി പോവാ, ശംഖ് തകർന്നു പോയി. ദീപ രാവിലെ വിളിച്ചു പറഞ്ഞ കാര്യം കേട്ടപ്പോഴേക്കും ഇതിനെല്ലാം കാരണം ആ വിക്രമല്ലേടാ എന്ന് ചോദിക്കുകയാണ്. അതെ, ആ വിക്രം തന്നെയാ. അവനെ വെറുതെ വിടാൻ പാടില്ല മോനെ, അവനെ തല്ലിക്കൊല്ലണം. അവനെ മാത്രമല്ല അവന്റെ അച്ഛനെയും. എത്രയൊക്കെ തിരിച്ചടികൾ കിട്ടും, മാറാൻ സാധിക്കാത്ത അവരിനി ജീവിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ അമ്മുമ്മ നിങ്ങൾ തന്നെ അവനെ കൊന്നാലും ആ കുറ്റം വരെ ഞാൻ ഏറ്റെടുക്കാം. അതുകൊണ്ട് ആ വിക്രമനെ വെറുതെ വിടാൻ പാടില്ല എന്ന്. പാവം ആ കാർത്തിക മോള് എന്ത് തെറ്റ് ചെയ്തിട്ട് അവളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചത്. അത് മാത്രോ, എന്തുമാത്രം ആൾക്കാരെ അവൻ ദ്രോഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൂട്ടും ഞാനുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ ഞാൻ എന്തായാലും നന്നായി. അതുപോലെ അവർക്ക് ഇനി ഒരിക്കലും നന്നാവാൻ പറ്റില്ല മക്കളെ, അതിനുള്ള തെളിവാണിത്. അതുകൊണ്ട് അവൻ ഇനി വെച്ചേക്കണ്ട. എന്തിനാ അവനെ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് വെക്കണത് എന്ന് അമ്മുമ്മ ചോദിക്കുകയാണ്.
അതെ അമ്മമ്മേ, അവൻ ഇല്ലാതാക്കാൻ തന്നെയാ ഞാനും ആൽബിയും കൂടി പോണത്. ശരി, നിങ്ങളെന്നാ പോയിട്ട് വാ. ഞാൻ കാർത്തിക മോളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണണം. അതിനുശേഷം തിരിച്ചു പോകണമെന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അയ്യോ അമ്മമ്മ എന്തായാലും ഇന്ന് പോകണ്ട, വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അമ്മമ്മേനെ വീട്ടിൽ കൊണ്ടാക്കണോ? വേണ്ട മക്കളെ, നിങ്ങൾ പോയിട്ട് വാ, എന്തായാലും അവരെ വെറുതെ വിടാൻ പാടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്റെ വക 2-3 അടി കൂടുതൽ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്ന് പോകാണ്. അങ്ങനെ കിരണും ആൽബിയും കൂടി നേരെ പോണത് അവരുടെ വീട്ടിൽ, ഇപ്പൊ നിൽക്കുന്ന വീട്ടിലേക്കാട്ടോ. അവിടെ കഥക് മുട്ടുമ്പോഴേക്കും പ്രകാശം വിചാരിക്കണ്ടേ, ഇവിടുത്തെ അഡ്രസ്സ് ആർക്കും അറിയില്ലെന്നല്ലേ ഇവൻ പറഞ്ഞത്, പിന്നെ ആരെയും കഥക് മുട്ടുന്നത്? ചിലപ്പോ അടുത്താരെങ്കിലൊക്കെ ആയിരിക്കും. പക്ഷെ അടുത്ത് വീടൊന്നും ഇല്ലല്ലോ, ഇനി ആരാണാവോ? ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശം വാതിൽ തുറക്കുമ്പോ കിരൺ തള്ളി പ്രകാശത്തെ നെഞ്ചു ചവിട്ടി നിലത്തേക്ക് ഇടുവാട്ടോ. എന്താ എന്താ നിങ്ങൾ വന്നത്? നിങ്ങൾ എന്തിനാ? ഞങ്ങൾക്ക് ഒരു സമാധാനം തരില്ലേ? എന്തിനാടാ മോനെ വിളിച്ചോണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുന്നത്? തെറ്റ് ചെയ്തോണ്ടല്ലേ? എവിടെ നിന്റെ മോൻ എവിടെ? അവനിവിടെ ഇല്ല. അവനിവിടെ ഇല്ലെന്നോ? അകത്ത് കയറി ഒളിച്ചിരിക്കായിരിക്കും അല്ലെ? അവൻ ഇന്നലെ രാത്രി പോയിട്ട് കാർത്തികയുടെ തല തല്ലി പൊട്ടിച്ചു. കാർത്തികയുടെ തലയോ? ഓഹോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലില്ല, എന്റെ മോനെ അങ്ങനെ ചെയ്യില്ല. അതെ, നിങ്ങളുടെ മോനെ അങ്ങനെ ചെയ്യുള്ളൂ, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കാർത്തികയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മോൻ ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമല്ലോ, കാരണം നിങ്ങളുടെ പെമ്മക്കളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ എന്ന് പറയണം. വിക്രം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം പെങ്ങളുമാരൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. ഇവിടെ എന്തിനാണ് താനിങ്ങനെ വായെടുത്ത കള്ളം മാത്രം പറയണത്? താനൊന്നും മിണ്ടാതിരിക്കുക. തന്റെ മോനെ കാണട്ടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. തന്റെ മോനെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ തനിക്കും തരാം, മാറി നിൽക്കണം അവിടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ പിടിച്ച് തള്ളുവാണ് കിരൺ. ശേഷം മുകളിലേക്ക് പോകുമ്പോ വിക്രം ഒന്നറിയാതെ നിലത്തേക്ക് വരുവാട്ടോ. ആരാ അച്ഛ വന്നത്? ഞാനാടാ, ഇങ്ങോട്ട് വാടാന്ന് പറയാണ്. നിങ്ങളോ? നിങ്ങൾക്ക് എങ്ങനെ ഈ സ്ഥലം മനസ്സിലായി? അതൊക്കെ മനസ്സിലായിടാ. നീ എന്താ വെച്ചാൽ നിന്നെ പോലത്തെ ലോക്കലാണ് ഞങ്ങളെന്നോ? ഞങ്ങൾക്ക് ഒരു കോള് മതി, നിങ്ങളുടെ ലൊക്കേഷനും സ്ഥലവും സമയവും ഒക്കെ അറിയാനായിട്ട്. എടാ, നീ ഇന്നലെ പോയിട്ട് കാർത്തികയുടെ തല തല്ലി പൊട്ടിച്ചല്ലേ? ഞാനോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു. നോണ പറയണ്ടടാ, നീ തന്നെ അത് ചെയ്തത്. കാർത്തിക സമ്മതിച്ചു, നീ തന്നെയാണ്. നിനക്കിനി രക്ഷയില്ലടാ, പോലീസുകാർ നിന്നെ അന്വേഷിച്ചു വരും. പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കാനാണ് തീരുമാനിച്ചേക്കണത് എന്ന് പറയുമ്പോ പ്രകാശം പാണ്ട്, അയ്യോ എന്റെ മോനെ പോലീസുകാരെ കൊണ്ട് കള്ളക്കേസിൽ കുടിപ്പിക്കാൻ പോവാണോ നിങ്ങള്? അതെ, കള്ളക്കേസ് ഉള്ള കേസാ. അത് മാത്രമല്ല, ഇനി ഒരുപാട് കേസുകൾ ഇവന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുണ്ട്. പിന്നെ ഇവൻ ചെയ്ത കേസുകളുണ്ട്. അതുകൊണ്ട് ഇവനെ ഈ അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് പെരുമാറണോടാ. എന്റെ അനിയത്തിനെ പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചപ്പോ തൊട്ട് നീ എന്റെ അനിയത്തിനെ അനുഭവിപ്പിക്കുകയാണ്. അതിന് നിനക്കിട്ട് നല്ലൊരു അടി വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് കിരൺ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതേ സമയത്ത് ആൽബിയും കുറെ കൊടുക്കുന്നുണ്ട്, മുഖത്തിട്ടും തലക്കെട്ടൊക്കെ കുറെ കൊടുക്കുന്നുണ്ട്. പിന്നെ ശരണ്യക്ക് വേണ്ടി അവളുടെ ഭർത്താവ് ഇപ്പൊ കിടന്ന കിടപ്പ് ഇപ്പോഴും കിടക്കുവാണ്, അവക്ക് വേണ്ടി അടിക്കുവാണെന്ന് പറഞ്ഞിട്ട് കിരൺ വീണ്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ കാർത്തികയ്ക്ക് വേണ്ടിട്ട്, പിന്നെ കല്യാണിനെ ഉപദ്രവിച്ചതിന് എല്ലാത്തിനും വിക്രത്തിന് കൊടുക്കണം. വിക്രത്തിന്റെ കൈ പിടിച്ച് തിരിച്ചു ഒടിക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇനി അത് നേരെ ആവോ ഇല്ലോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അത് മാത്രല്ല, വിക്രം ചെയ്ത തെറ്റുകൾക്കൊക്കെ തന്നെ ശിക്ഷ കിട്ടാൻ പോവാട്ടോ. വിക്രം ഇനി ജയിലിലേക്കാണ് പോവാൻ പോണത്. അത് മാത്രല്ല, ഇനി പ്രകാശ് ശരിക്കും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നരകിക്കാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്. എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.